ആട് 3 എന്ന സിനിമയെ കുറിച്ചൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബബ്ബബ്ബ എന്ന സിനിമ ഇറങ്ങാൻ ഇനി വെറും കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ. വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല അപ്ഡേറ്റുകൾ കാണാനും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അപ്ഡേറ്റുകളിലേക്ക് പോകാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്തെന്നാൽ ജനനായകൻ. വിനോദ് സംവിധാനം ചെയ്ത് വിജയ് നായകനാവുന്ന സിനിമയാണല്ലോ ജനനായകൻ. ജനനായകൻ എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തു വരുന്നതിന് മുമ്പേ ടീസർ പുറത്തു വരുന്നതായിരിക്കും. ഈ സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയതാണ്. ഇനി ടീസർ 2 എന്ന പേരിൽ ട്രെയിലറിന് മുമ്പേ ടീസർ 2 വരും, എന്നിട്ടേ ട്രെയിലർ വരികയുള്ളൂ. ഇതിന്റെ ട്രെയിലർ വരുന്ന ഡേറ്റിനൊന്നും മാറ്റമില്ല. ഡിസംബർ 31 തീയതി തന്നെയാണ് ട്രെയിലറിന്റെ ഡേറ്റ്. പക്ഷേ ടീസർ ഡിസംബർ 25 പുറത്തിറക്കും. ടീസർ 2 എന്ന പേരിലാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അടുത്ത സിനിമയിലേക്ക് പോകാം. അടുത്ത സിനിമ എന്ന് പറയുന്നത് വൃക്ഷഭയാണ്. മോഹൻലാൽ നായകനാവുന്ന വൃക്ഷഭ എന്ന സിനിമയുടെ ഒരു സോങ് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. വലിയ രീതിയിൽ ചലനമൊന്നും സോങ്ങിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടെ ആ സോങ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡിസംബർ 25 വൃക്ഷഭ എന്ന സിനിമ റിലീസിനെത്തുന്നത്. ഇതുവരെ മാറ്റമൊന്നുമില്ല. ഇനിയും മാറ്റം എന്തുണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. ചലനമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ കാരണം അതിന്റെ വ്യൂസിനാണ്, അല്ലാതെ വേറൊന്നിനും അല്ല ട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്ത സിനിമ എന്ന് പറയുന്നത് പെപ്പെ നായകനാവുന്ന കാട്ടാളൻ എന്ന സിനിമയുടേതാണ്. കാട്ടാളൻ എന്ന സിനിമയിൽ വലിയ അപ്ഡേറ്റുകളൊന്നുമില്ല. ലൊക്കേഷൻ സ്റ്റില്ലാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ലൊക്കേഷൻ സ്റ്റില്ലാണ്. കാട്ടാളൻ എന്ന പെപ്പെ നായകനാവുന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അടുത്തത് ജയിലർ 2 എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ജയിലർ 2 എന്ന സിനിമയിൽ രജനീകാന്തിന്റെ പിറന്നാളായിരുന്നു. കുറേ നാൾ മുമ്പെയാണ്. എന്നാൽ പോലും നമുക്ക് ലേറ്റ് ആണെങ്കിൽ കൂടെ നമുക്ക് അറിയാം. രജനീകാന്തിന് പിറന്നാൾ ആശംസകൾ നേരുന്നു. പിന്നെ സൺ പിക്ചേഴ്സ് യൂട്യൂബ് ചാനലിൽ രജനീകാന്തിന്റെ കേക്ക് ഒക്കെ മുറിക്കുന്ന ഒരു വീഡിയോയും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാവുന്നതാണ്. അപ്പോൾ അതാണ് ജയിലർ 2 എന്ന സിനിമയെ കുറിച്ച് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ്. പിന്നെ കൈദി 2, ലോകേഷ് സംവിധാനം ചെയ്യാന്ന് പറയുന്ന കൈദി 2 എന്ന സിനിമ കാർത്തികിനോട് ചോദിച്ചപ്പോൾ കാർത്തിക് പറഞ്ഞത് കൈദി 2 വരാൻ ഒരു ധാരണയും ഇല്ല എന്നാണ് പറഞ്ഞത്. കാരണം അത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണമാണ് കൈദി 2 എന്ന സിനിമ സംഭവിക്കുമോ എന്നും അറിയില്ല. അപ്പോൾ എന്തായാലും കൈദി 2 വരുമോ എന്ന് നമുക്ക് നോക്കാം. അടുത്തത് മോഹൻലാലിന്റെ L 365 സിനിമയാണ്. മോഹൻലാലിന്റെ 365ാമത്തെ സിനിമയായി വരാനിരിക്കുന്ന L 365 എന്ന സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ ദുബായിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ എന്തായാലും സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് എന്തായാലും കാത്തിരിക്കാം. അങ്ങനെ നമ്മളെല്ലാവരും മമ്മൂട്ടിയുടെ ഒരു റിലീസിന് വേണ്ടി കാത്തിരുന്ന സിനിമയാണല്ലോ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന സിനിമ. ഇത് OTT വരില്ല എന്ന് കൺഫേം ചെയ്ത സിനിമയാണ്. പക്ഷെ ഇത് OTT വരാൻ പോവുകയാണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ OTT കാണാം. കുറെ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് C5 ഡിസംബർ 19 OTT ഇറങ്ങുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ മമ്മൂട്ടിയുടെ ഒരു OTT വരാത്ത സിനിമ OTT വരാൻ പോവുകയാണ്. കാണാൻ ആഗ്രഹമുള്ളവർക്ക് കാണാം. ഡിസംബർ 19 C5 ഇത് നിങ്ങളുടെ മുൻപിൽ സ്ട്രീമിംഗ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ആട് 3 എന്ന സിനിമയാണ്. ആട് 3 എന്ന സിനിമയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് 113 ദിവസത്തെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതാണ് അപ്ഡേറ്റ്. അപ്പം നമ്മുടെ ജയസൂര്യ നായകനാവുന്ന മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ആട് 3 എന്ന സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില്ലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്തതിലേക്ക് പോകാം. ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയുടെ റിലീസിന് അടുക്കുമ്പോൾ ഇനി വെറും നമുക്ക് 3 ദിവസം കൂടെ കഴിഞ്ഞാൽ സിനിമയുടെ റിലീസാണ്. അപ്പോൾ എന്തായാലും സിനിമയുടെ ആ മെഗാ റിലീസിന് വേണ്ടി കാത്തിരിക്കാം. പിന്നെ മോഹൻലാലും ദിലീപും ഒന്നിച്ചിട്ടുള്ള ഒരു പുതിയ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോസ്റ്ററും വന്നിട്ടുണ്ട്. ആ ട്രെയിലർ പുറത്തിറക്കിയതിന്റെ ഭാഗമായിട്ടാണ് ആ പോസ്റ്റർ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സിനിമയുടെ റിലീസ് 18 ആരും മറക്കേണ്ട. അപ്പോൾ എന്തായാലും ഇതാണ് അപ്ഡേറ്റ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ തന്നെ താഴെ കമന്റിൽ എഴുതി അറിയിക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ. നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയും പോലെ I will take